ഒടുവിൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന സസ്പെൻസിന് തിരശീല വീഴുകയാണ്. രാവിലെ കെ.സി. വേണുഗോപാലിനെ വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചന നൽകിയെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകട്ടെയെന്നാണ് ഹൈക്കമാൻഡും ഒടുവിൽ എത്തിയിരിക്കുന്നത്. ഘടകകക്ഷി നേതാക്കൾ ചെലുത്തിയ സ്വാധീനവും സോണിയാഗാന്ധിയുടെ നിർണായക ഇടപെടലും വി.ഡി. സതീശന് അനുകൂലമായി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതോടെ കെ. സുധാകരനും കെ.സി. വേണുഗോപാൽ അനുകൂലികളും ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനുമാണ് തുടർ നീക്കങ്ങൾ അണിയറയിൽ സജീവമായിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ഉയർത്തിക്കാട്ടുന്ന ഒരാളെ കെ.പി.സി.സി. പ്രസിഡന്റാക്കി പ്രശ്നം പരിഹരിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകി പ്രശ്നത്തിന് ഒരുവിധ പരിഹാരം കാണാനാകുമെന്നും ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നു. കൂടാതെ ചെന്നിത്തലയുടെ അടുത്ത വിശ്വസ്തനായ ജ്യോതികുമാർ ചാമക്കാലയ്ക്കും മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകും. കൂടാതെ മറ്റൊരു മന്ത്രിക്ക് കൂടി രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ നിന്നും ഇടം നേടാനാകും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാലുണ്ടായേക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് ഹൈക്കമാൻഡ് വിശ്വാസം. ഏതായാലും കെ.സി. വേണുഗോപാൽ തന്റെ വ്യക്തമായ അമർഷം രാഹുൽ ഗാന്ധിയെ അറിയിച്ചുവെങ്കിലും വി.ഡി. സതീശൻ നയിക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. അങ്ങനെ നീണ്ടനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.